കണ്ടോ, അതിൻ്റെ ഡോറൊക്കെ ഇങ്ങനെ തുറക്കാം. അതുപോലെ സ്റ്റിയറിങ് അത്യാവശ്യം ഡീറ്റെയിൽഡ് ഇൻറ്റീരിയർ ഉണ്ടോ. ഇതിൻ്റെ ഫ്രണ്ടിലെ വീൽ കണ്ടില്ലേ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും. ഇത് കണ്ടോ, മിസ്തുബിഷി പജീറോ. ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് 1:18 സ്കെയിൽ വരുന്ന മിസ്തുബിഷി പജീറോ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡൈകാസ്റ്റ് മോഡൽ സൺടെക് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ആണ്. ഇവർക്ക് ഒത്തിരി ഡൈകാസ്റ്റ് മോഡലിൻ്റെ എല്ലാം ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ പാക്കിംഗ് ആണ്. ഇപ്പോൾ ഇത് എവിടെ നിന്ന് വാങ്ങിച്ച് എത്ര രൂപ എന്നൊക്കെ നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾക്ക് ഒന്ന് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാം. ഇത് ഈ കാറിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെയാണ്. ഡോറ്, അതുപോലെ തന്നെ വീല്, സ്റ്റിയറിംഗ് ഒക്കെ. പിന്നെ ഇതാ സൺടെക് അമേരിക്ക ഏജൻസി എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ആണ്. അത്യാവശ്യം നല്ല നീറ്റ് പാക്കിങ്ങിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതൊരു സെക്കൻഡ് ഹാൻഡ് ഐറ്റം ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, എന്തായാലും ഒന്ന് അൺബോക്സ് ചെയ്ത് ഐറ്റം കാണാം. ഇതാണ് മോനെ ഐറ്റം, നല്ല റെഡ് പജീറോ. കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയാണ്. നല്ലൊരു സ്റ്റാൻഡിൻ്റെ ഒരു എന്താ പറയുക, ഒരു അടിപൊളി പ്ലാറ്റ്ഫോമിലാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ നല്ല അടിപൊളി കളറാണ് റെഡ്. ഇത് വന്നപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഡോറിന് കംപ്ലൈൻ്റ് ഉണ്ട്. ബാക്കിയൊക്കെ സേഫാണ്. എന്തോ നമുക്ക് ഓപ്പൺ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ഡോറ് അടിപൊളിയാണ്. 2 ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഉണ്ടോ, ഇതിമൊന്ന് സ്ക്രൂ ചെയ്തിട്ട് ഒഴിവാക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ പ്ലാറ്റ്ഫോം ഒഴിവാക്കാം. ഈ ഒരു 4 സ്ക്രൂ ഉണ്ട്, ജസ്റ്റ് ഒന്ന് ഒഴിവാക്കാം. അങ്ങനെ നമ്മൾ ഐറ്റം ഒഴിവാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് വണ്ടി ഉള്ളത്. ബാക്കിലെ ഇതിന് കുറച്ച് ലൂസ് ഉണ്ട്. ഉണ്ടോ, ബാക്കിലെ ഡോറിന് ചെറിയ ലൂസ് ഉണ്ട്. നല്ല അടിപൊളി, നല്ല കാണാൻ നല്ല ഭംഗിയുള്ള നല്ല ഡീറ്റെയിൽഡ് ഐറ്റം ഉണ്ടോ. നല്ല സ്മൂത്ത് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഓരോ ഫീച്ചറായിട്ട് പരിചയപ്പെടാം. ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. നല്ല ഹെഡ്ലൈറ്റ് വന്നിട്ടുണ്ട്, നല്ല അടിപൊളി ഹെഡ്ലൈറ്റ് ഉണ്ട്. പക്ഷേ വർക്കിംഗ് അല്ല കേട്ടോ. ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ സൈഡ് ലൈറ്റ്, പിന്നെ അതിൻ്റെ നമ്പർ പ്ലേറ്റ് SPR, പിന്നെ ഇതിൻ്റെ ഒരു പജീറോ ലോഗോ, പിന്നെ ഒരു ഗ്രില്ല്, നല്ല അടിപൊളി ഗ്രില്ല് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ഏരിയൽ അങ്ങനത്തെ സാധനമല്ലേ, അതിൻ്റെ ചെറിയൊരു ഇത് നമുക്ക് തുറക്കാൻ പറ്റും. ബോണറ്റ് തുറന്നു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടോ, അതിൻ്റെയൊക്കെ ഒരു നമ്മളെങ്ങനെയാണ് എൻജിൻ വരുന്നത് അതിൻ്റെയൊക്കെ ഒരു രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വൃത്തിക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇച്ചിരി ലൂസാണ് കേട്ടോ അതിൻ്റെ ബോണറ്റ്. പിന്നെ നമുക്കിനി ബാക്കി ഇതിൻ്റെ താഴെ ഭാഗത്തുണ്ടോ, ഇതിൻ്റെ ടയറിനൊക്കെ ഇത് ഓൾറെഡി അവർ ഇത് കൊടുത്തിട്ടുണ്ട്, റൈറ്റ് ലെഫ്റ്റ്. പിന്നെ ഫ്രീ മൂവ്മെൻ്റ് ആണ് 4 ടയറും. ഇത് ഫുൾ ബാക്ക് ഒന്നുമല്ല, ഫ്രീ ആയിട്ടാണ്. പിന്നെ കണ്ടില്ലേ, എക്സോസ്റ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് താഴെ ഭാഗത്ത്. എക്സ്പോസ്റ്റ്, പിന്നെ കുറച്ച് എൻജിൻ്റെ പോർഷൻസൊക്കെ ഉള്ള രീതിയിൽ നല്ല ഡിസൈനിൽ നല്ല രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടയറൊക്കെ നല്ല ഫ്രീ ആയിട്ട് മൂവ് ആകുന്നുണ്ട്. ഫ്രണ്ടിലുള്ളത് ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. ഇപ്പോൾ ലെഫ്റ്റ് റൈറ്റൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടല്ലേ, ഭയങ്കര ഈസി ആയിട്ട് ഭയങ്കര സ്മൂത്താണ് വണ്ടി വരുന്നത്. പിന്നെ ഫ്രണ്ടിലെയും 2 ഡോറ്, റൈറ്റ് ലെഫ്റ്റ് ഡോറ്, സെക്കൻഡ് റോ പറ്റില്ല. പിന്നെ ഇതിന് വന്നപ്പോൾ തന്നെ കംപ്ലൈൻ്റ് ഉള്ളത് പറഞ്ഞതാണല്ലോ അല്ലേ. പിന്നെ നമുക്ക് ഉണ്ടോ, ഇതിൻ്റെ മിറർ നല്ല അടിപൊളി ഒരു മിറർ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്ത് ഡോറ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാൻ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റിയറിങ്ങൊക്കെ കണ്ടില്ലേ, ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. സ്റ്റിയറിംഗ് നമ്മൾ തിരിക്കാൻ പറ്റും. ഞാൻ ഇത് മൊത്തത്തിലൊന്ന് അയച്ചെടുത്തതായിരുന്നു. ഇനി നമുക്ക് പിന്നെ എന്താ വരുന്നത്, ഓരോന്നോരോന്നേ കുറേ ഫീച്ചറുണ്ട്. ഇത് തുറക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ V6 മോഡലായത് കാരണം V6 3500 ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പുറത്ത്. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് റൂഫ് റെയിൽ, അതുപോലെ തന്നെ സൺ റൂഫ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതെല്ലാം നല്ല വൃത്തിക്ക് അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻറ്റീരിയറും നല്ല അടിപൊളിയാട്ടോ നമ്മൾ കാണാൻ വേണ്ടിയിട്ട്. സീറ്റ് കാര്യങ്ങളൊക്കെ, ഇതിൻ്റെ ബാക്കിൽ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഇവിടെ ഒരു ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പജീറോ എന്നുള്ള എഴുത്ത് കണ്ടില്ലേ, പജീറോ എന്ന്, മിസ്തുബിഷി പജീറോ എന്നുണ്ട്. പിന്നെ അവിടെ പൊതുവേ നമ്പർ പ്ലേറ്റ് വരാറ്. പിന്നെ അതിൽ ബാക്ക് ടയർ ഉണ്ടല്ലോ, സ്റ്റെപ്പിനി ടയർ, അതിൻ്റെ കവറ് കാര്യങ്ങൾ. പിന്നെ ഒരു എന്താ പറയുക, വൈപ്പർ വന്നിട്ടുണ്ട് ബാക്കിൽ.
പിന്നെ ഇതിൻ്റെ ലൈറ്റ്, പിന്നെ താഴെ കണ്ടില്ല ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ ലൈറ്റ്, പിന്നെ നമ്മളൊരു ഹുക്ക് വരുന്നുണ്ട്, അതുപോലത്തെ 2 സൈഡിലും ലൈറ്റ്, പിന്നെ ബാക്കിലും ബ്രേക്ക് ലൈറ്റ്, ബാക്ക് ലൈറ്റ് എല്ലാം വരുന്ന അങ്ങനത്തെ പോർഷൻസ് എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന് വേറെ പറയുകയാണെങ്കിൽ ഫ്രണ്ടിലും കണ്ടോ ഇതിന് വൈപ്പർ കാര്യങ്ങളെല്ലാം സെറ്റാണ്. അത് പക്ഷേ അവിടെ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന രീതിയിലാണ്. പിന്നെ എന്താ പറയുക, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ വണ്ടി, നല്ല വെയിറ്റ് ഉള്ളതാണ്, നല്ലൊരു എന്താ പറയുക ഷോക്കേസിങ് മോഡലാണ്, നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ ഇതിൽ RC ആക്കി കൺവേർട്ട് ചെയ്യാനൊക്കെ പറ്റും. ഇത് ആക്ച്വലി നമ്മളൊരു ഫ്രണ്ടിന് വേണ്ടി ഓർഡർ ചെയ്താണ്, അവർ നമ്മളെ കണക്ട് ചെയ്ത് അങ്ങനെ നമ്മൾ വാങ്ങിച്ചു കൊടുത്താണ്. നമുക്കിവിടെ കിട്ടാത്തത് കാരണം നമ്മൾ കുറച്ച് പുറത്തുനിന്ന് എത്തിച്ചതാണിത്. അപ്പോൾ അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക്. ഇത് നമ്മൾ eBay എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്നാണ് നമുക്ക് വാങ്ങിച്ചു കൊടുത്തത്. നമുക്ക് എന്താ പറയുക അറൗണ്ട് ഒരു 15,000 അടുത്ത് നമുക്ക് എക്സ്പെൻസ് വന്നിട്ടുണ്ട് ഈ ഒരു ഐറ്റം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഐറ്റത്തിൻ്റെ പ്രൈസ്, പിന്നെ ഡെലിവറി ചാർജ്, പിന്നെ ഇവിടുത്തെ ടാക്സിൻ്റെ ചാർജ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ eBay ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. നമ്മളൊരാൾ വാങ്ങിയ ഒരാൾ സെല്ല് ചെയ്യുന്നിടത്ത് വാങ്ങിച്ചതാണ്. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. ഇതിൻ്റെ ഗിയർ, അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക്, എല്ലാ കാര്യങ്ങളും കണ്ടില്ലേ, എല്ലാം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് നല്ല വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ്, അതുപോലെ തന്നെ ക്ലസ്റ്ററൊക്കെ കാണുന്നുണ്ട് അവിടെ നിന്ന്. ഉണ്ടോ ഇവിടുന്ന് ഉണ്ടോ ഇൻഫോർടൈൻമെൻറ്റ്, അതിൻ്റെ ലൈറ്റ് കാര്യങ്ങൾ, ബാക്കി സ്വിച്ച് എല്ലാം ഭയങ്കര ഡീറ്റെയിലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, ബൈ.